പാർട്ടി ശൈലജ ടീച്ചർ എന്തിനാണ് ഈ രൂപത്തിൽ ബലിയാടാക്കുന്നു, ചാവേറാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തർത്ഥമാണ് ഇതിനുള്ളത്? ഈ LDFനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു എതിരായിട്ടുള്ള ചിന്താഗതി അതെല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തണം, പറ്റിയ തെറ്റ്. പാർട്ടി എന്ന് പറയുന്ന നമ്മുടെ ഈ വലിയ പ്രസ്ഥാനത്തിന്റെ മാത്രമാണ് ഈ തൃക്കരിപ്പൂര് പോലെയുള്ള ഇടതുകോട്ടകളും ഇതിന്റെ ചലനം എന്ന് പറയുന്നത്. തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് ഇപ്പൊ കയ്യൂര് തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണെങ്കിലും പയ്യന്നൂരിന്റെ തൊട്ടടുത്താണ്. പയ്യന്നൂർ ഇപ്പുറത്ത് ഒരു ബോർഡറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുകയാണ്. അല്ലെങ്കിൽ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന നമ്മുടെ സ്ഥലമില്ലേ, ഉളമ്പച്ചി അല്ലെങ്കിൽ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന ആ മുനിസിപ്പാലിറ്റി തന്നെ പഞ്ചായത്താണെന്ന് തോന്നുന്നു. പഞ്ചായത്ത് പയ്യന്നൂരിൻ്റെ തൊട്ട് ബോർഡറിലാണ്. ഈ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞാൽ തൃക്കരിപ്പൂരായി. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് പയ്യന്നൂരാണ്. ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറുവത്തൂർ ഇവിടെ നിന്നെല്ലാം എപ്പോഴും വരുന്ന ഒരു പട്ടണമാണ് പയ്യന്നൂർ, മണ്ഡലം വ്യത്യസ്തമാണെങ്കിലും. അപ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സമ്പർക്കം ഉണ്ടാകുന്ന പയ്യന്നൂരിലേക്കാണെന്ന് അർത്ഥം. അപ്പോൾ പിന്നെ മാത്രമല്ല, ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ ആ പുസ്തകം വീടുകളിലേക്കൊക്കെ എത്തുമ്പോൾ ആ പുസ്തകം വായിക്കാൻ എല്ലാവരും ഒരു താല്പര്യം ഉണ്ടാകും. ആ പുസ്തകം വായിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റും ഉണ്ടാവും. ഇതാണ് ഇങ്ങനെയാണോ, വായിക്കാത്തവരും അത് കണ്ടെത്തി വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ എന്തായാലും കാരണം ഞങ്ങൾ കണ്ടെത്തി, അത് തിരുത്താനാണ് ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വിമർശിക്കാൻ എളുപ്പമാണ്, സ്വയം വിമർശനത്തിനാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ഗവൺമെൻറ് വലിയ ഭൂരിപക്ഷത്തിനാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ കേരളത്തിനകത്ത് ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കും എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് കാത്തിരുന്ന് കാണാം. യഥാർത്ഥത്തിൽ ഒരു സേഫ് സീറ്റിൽ നിന്നൊരു വലിയ മത്സരമുള്ള സ്ഥലത്തേക്ക് അവരെ മാറ്റേണ്ട, അതൊക്കെ ചില ഏകപക്ഷീയ തീരുമാനം. യഥാർത്ഥത്തിൽ അങ്ങേയറ്റം തെറ്റിദ്ധാരണ ഇതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഞാനും ശൈലജ ടീച്ചറും ജയരാജനും MV ജയരാജനും EP ജയരാജനും ഒക്കെ ഇരുന്നുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഐക്യകണ്ഠ്യേന ആണ് നിശ്ചയിച്ചത്. അവിടെ പേരാവൂരിൽ നിശ്ചയിച്ചത് സക്കീർ ഹുസൈൻ. കഴിഞ്ഞ പ്രാവശ്യം 3000 വോട്ടിന് പരാജയപ്പെട്ട സക്കീർ ഹുസൈനെയാണ് മത്സരിപ്പിച്ചത്. ഇപ്രാവശ്യവും സക്കീർ ഹുസൈൻ തന്നെ മത്സരിക്കണം, ഒരു മൈനോറിറ്റി വിഭാഗത്തിൽ നിന്ന് ഒരാൾ വേണമെന്നുള്ള നിലക്കാണ് നമ്മൾ കണ്ടത്. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വന്നപ്പോൾ എല്ലാവരെയും മത്സരിപ്പിക്കുന്നു. അപ്പോൾ മട്ടന്നൂരിൽ നിന്ന് ശൈലജയെ മാറ്റുന്നു. അപ്പോൾ ചില നിർദ്ദേശം വന്നു, എന്തുകൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു മണ്ഡലമാണ് പേരാവൂര്, 3000 വോട്ടിൻ്റെ വ്യത്യാസത്തിനേ ഉള്ളൂ, എന്തുകൊണ്ട് പിന്നെ ശൈലജ ടീച്ചർക്ക് പേരാവൂരിൽ നിന്നൂടാ നിർദ്ദേശം വന്നു. ആർക്കും അതിൽ എതിർപ്പൊന്നുമില്ല. ശൈലജ പറഞ്ഞ പോലെ 7ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. അപ്പോൾ 20 വർഷം ഇപ്പോൾ പിന്നെ നിയമസഭയിൽ ഇരുന്നിട്ടുണ്ട്, പാർലമെൻറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആർക്കാ വിരോധം? ശൈലജ ടീച്ചറുടെ ഇമേജ് ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ ഉതകുമെങ്കിൽ നമുക്കത് നല്ലതല്ലേ? ജയിക്കുമെന്നാണല്ലോ നമ്മൾ കരുതുന്നത്. തോൽക്കുമെന്ന് LDF വിശ്വസിച്ചിട്ടേ ഇല്ല. അത് ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരാജയപ്പെടുമെന്നുള്ള യാതൊരു തരത്തിലുള്ള ചിന്താഗതിയും നമ്മളെ സംബന്ധിച്ചില്ല. ജയിക്കും, 3ാം വട്ടവും ജയിക്കും, ഒരു 75 സീറ്റ് കിട്ടും എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ധാരണ. അപ്പോൾ ശൈലജ ടീച്ചറും ജയിക്കും. എങ്ങനെ? സ്വന്തം ജന്മനാടാണ്, അവിടെ 3000 വോട്ടിൻ്റെ വ്യത്യാസമാണ്, കുറേയേറെ പ്രശ്നങ്ങൾ അവരുടെ ഇടയിലുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് പിടിച്ചെടുക്കാനാണ് യഥാർത്ഥത്തിൽ. അത് ശൈലജ ടീച്ചർ എന്തോ നിർബന്ധിച്ച് പാർട്ടി അവരെ പേരാവൂരിൽ നിർത്തി എന്നൊക്കെ ഉള്ള ഭാഷ്യം, അതൊക്കെ വേറെ തരത്തിലുള്ള തർക്കവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ അങ്ങനെ ഒരു തരത്തിലുള്ള പാർട്ടി ശൈലജ ടീച്ചർ എന്തിനാണ് ഈ രൂപത്തിൽ ബലിയാടാക്കുന്നു, ചാവേറാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തർത്ഥമാണ് ഇതിനുള്ളത്? അങ്ങനെ ശൈലജ ടീച്ചർ അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യാൻ തയ്യാറാവുമോ? ശൈലജ ടീച്ചറെ പോലുള്ള ഈ രാജ്യത്തെ അല്ല, അങ്ങനെ പാർട്ടി ഒതുക്കൂല. ശൈലജ ടീച്ചറെ പോലുള്ള ഒരാളെ അങ്ങനെ ഒതുക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ ഒതുക്കൂല പാർട്ടി ഒരിക്കലും ശൈലജ ടീച്ചർക്കെതിരായിട്ട് ഇന്നേ വരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ ഒതുക്കുമെന്ന് എങ്ങനെയാണ് മാധ്യമങ്ങൾ കണ്ടെത്തുന്നത്? അതെങ്ങനെയാണ് മറ്റു തരത്തിലുള്ള വിമർശനം വന്നത്? അതെല്ലാം ഒരു തരം ഹിഡൻ അജണ്ടയാണ്. അത് മറ്റൊരു തരം അജണ്ടയാണ്. അതായത് മറ്റ് നേതാക്കൾക്കെതിരെ തിരിക്കാൻ കണ്ടെത്തുന്ന ഒരു വഴി മാത്രമാണ്. മറ്റങ്ങനെയൊന്നും അല്ല. സംഗതി ഏറ്റവും നല്ല വിജയം അവിടെയും കൊയ്തെടുക്കാൻ പറ്റും, അതിന് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ശൈലജ ടീച്ചറെ കണ്ടത്.
പക്ഷേ എല്ലാ സ്ഥലത്തും തോറ്റു, അവിടെയും തോറ്റു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ നമുക്ക് വടകരയിൽ നമ്മളെന്താ കരുതിയത്, വിചാരിച്ചത്? ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ശൈലജ ടീച്ചർ തോറ്റു പോകും? പ്രത്യേകിച്ചും മന്ത്രിയായിട്ട് 2 വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വിചാരിച്ചോ? ഇല്ലല്ലോ, തോറ്റുപോയി. ആ ജനഹിതം മറിച്ചാണ്. ഇവിടെയും അതേപോലെ ഞങ്ങൾ പ്രതീക്ഷിച്ചത്, ഞങ്ങളൊക്കെ അവിടെ കണ്ടു പോയി പ്രതീക്ഷിച്ചതാണ്. ജനങ്ങളൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്, ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ജയിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കാറ്റ്, ഈ LDFനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു എതിരായിട്ടുള്ള ചിന്താഗതി അത് എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. LDF എന്ന് പറയുന്നത് അല്ലെങ്കിൽ കീഴ്ഘടകങ്ങളിലെ വിലയിരുത്തലുകളിൽ വലിയ വിമർശനങ്ങൾ നേതൃത്വത്തിന് അല്ല, വിമർശനങ്ങൾ ഇപ്പോഴും മാത്രമൊന്നുമല്ല, എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും വിമർശനം ഉണ്ടായിട്ടുണ്ട്. LDF ഒന്നിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം പരാജയമാണെന്ന് ആരെങ്കിലും കരുതിക്കൂട്ടി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റ് എങ്ങനെ കരുതിക്കൂട്ടി പറയാം? ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും CPMന്റെ PBയിലും വിമർശനം, അത് കരുതിക്കൂട്ടും. CPMന്റെ PBയുടെ മുൻ PB നേതാവായിട്ടുള്ള ഹനൻ മൊള്ള നമ്മുടെ മൈക്കിലാണ് പറഞ്ഞത്. ആശയം പറഞ്ഞു എന്നേ ഉള്ളൂ. റിപ്പോർട്ടർ ചാനലിലൂടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെ മാറി നിൽക്കുന്നതായിരുന്നു നല്ലതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിനെന്താ, അങ്ങനെയുള്ള അഭിപ്രായം പറയുന്നവർ പാർട്ടിയിലുണ്ടാവും. അത് ഒരു അഭിപ്രായം മാത്രമാണ്. പക്ഷേ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അത് ഞാനും എൻ്റെ ഒന്നിച്ചുള്ള പ്രവർത്തകരും ഞങ്ങളുടെ ഏറ്റവും താഴെ തട്ടിൽ നമ്മളെ ബ്രാഞ്ചിലും പ്രവർത്തിക്കുന്നവരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. എവിടെയാണ് പെശക് എന്ന് കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഞങ്ങളുടെ പാർട്ടി സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടി ഈ തോൽവി ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുകയും തിരുത്തൽ നടപടികൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിയമസഭയിൽ അതേ തോൽവി ആവർത്തിക്കുമ്പോൾ പെശക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാവുകയില്ല. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഏത് തരത്തിലുള്ള തെറ്റാണ് പറ്റിയിട്ടുള്ളത് എന്ന് പരിശോധിച്ച് തിരുത്തുന്നല്ലേ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അതിനപ്പുറത്തൊന്നും പറഞ്ഞു. അല്ലല്ല, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കഴിഞ്ഞിട്ട് എപ്പോഴാണ്? ഡിസംബറിലല്ലേ നമ്മുടെ ഇത് വന്നത്. ജനുവരിയിൽ നമ്മുടെ ഈ ഇലക്ഷൻ്റെ പ്രവർത്തനം തുടങ്ങിയല്ലോ. അതിന് ഇപ്പോൾ സമയം കിട്ടിയിട്ടില്ല. അതിലും നമ്മൾ ചെറിയ റിവ്യൂ നടത്തി. കുറേ പാകപ്പിഴവുകളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സംഘടനയുടെ വീഴ്ചയുണ്ട്, അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരിഹരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഇലക്ഷൻ്റെ പ്രവർത്തനം തുടങ്ങിയല്ലോ. പക്ഷെ മന്ത്രിസഭയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ കുറച്ച് മെച്ചപ്പെട്ട നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം അതിനു മുൻപ് ഞാൻ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് അപ്പുറത്ത് 5 സ്ത്രീകളുണ്ടായിരുന്നു. സാവിത്രി ലക്ഷ്മണൻ, മറ്റേ ആറന്മുള നമ്മുടെ വനിതാ MLA, കുറേ പേരുണ്ടായിരുന്നു. ആരും ഒരു വനിതാ മന്ത്രി പോലും ഉണ്ടായില്ല അന്ന്. പിന്നെ ഈ മന്ത്രിയാക്കിയത് അവസാനം ജയലക്ഷ്മിനെ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ വയനാട്ടിൽ. പക്ഷേ LDFൻ്റെ ഗവൺമെൻറ് എല്ലാ കാലത്തും വനിതാ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സിനത് അങ്ങനെ അവകാശപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. മറിച്ച് LDF എപ്പോഴും വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. എന്നാൽ എല്ലാ പ്രസ്ഥാനത്തെയും ബാധിച്ചിട്ടുള്ള ഈ ഒരു എന്താ പറയുക, സ്ത്രീകളോടുള്ള മനോഭാവം അത് എല്ലാത്തിലും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും. പ്രതിപക്ഷ നേതാവ്